أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولا يأتل أولو الفضل منكم والسعة أن يؤتوا أولي القربى والمساكين والمهاجرين في سبيل الله وليعفوا وليصفحوا ألا تحبون أن يغفر الله لكم والله غفور رحيم. بسم الله الرحمن الرحيم. ولا يأتل أولو الفضل منكم والسعة أن يؤتوا أولي القربى والمساكين والمهاجرين في سبيل الله وليعفوا وليصفحوا ألا تحبون أن يغفر الله لكم والله غفور رحيم. ഓക്കെ, അതിൽ മുദവ്വറായ സുക്കൂനുള്ള അലിഫ് എത്രണ്ണ ഉള്ളത്, മുദവ്വറായ സുക്കൂനുള്ള വാവ് എത്രണ്ണാണ് ഉള്ളത് കണ്ടുപിടിച്ചോളൂ. മുദവ്വറായ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ റൗണ്ട് അബൌട്ട് പോലുള്ള അലിഫിൻ്റെ മുകളിൽ ഇങ്ങനെ, വാവിൻ്റെ മുകളിൽ ഇങ്ങനെ, അത് എത്ര ഉണ്ട് എന്ന് കണ്ടുപിടിക്കാം. രണ്ടാമത്തത് നഗ്നമായ നൂന് എത്ര ഉണ്ട്, അല്ലാത്ത പിന്നെ ഇങ്ങനെയുള്ള നൂന് എത്ര ഉണ്ട്. മുദവ്വറ എവിടെയൊക്കെ വന്നത്? ഒന്ന് ഉലു അല്ലേ, ആ വാവിൻ്റെ മുകളിൽ മുദവ്വറായ സുക്കൂനുള്ള വാവാണ്. പിന്നെ വന്നത് ആ ഉലു കഴിഞ്ഞിട്ട് അലിഫിൻ്റെ മുകളിലും കണ്ടില്ല നിങ്ങൾ? അലിഫും വാവും നമ്മളെ കൂട്ടത്തിൽ തന്നെയുണ്ട്. വാവ് എത്രണ്ണാന്ന് നോക്കുക ആദ്യം അല്ലേ. എന്നാ വാവ് എത്ര ഉണ്ട് നോക്കി. വാവ് വേറെ ഒന്നുകൂടെ ഉലിൽ ഖുർബ, പിന്നെ അത്രേ ഉള്ളൂ അല്ലേ. പിന്നെ അലിഫ് വന്നതോ, അലിഫ് മുദവ്വറായ സുക്കൂനുള്ള അലിഫ് വന്നത്, ഇങ്ങനെയുള്ള സുക്കൂനുള്ള അലിഫ് വന്നത് എത്ര ഉണ്ട് എണ്ണിക്കോളി. ഏതൊക്കെ എവിടേക്കാന്ന്? ഒന്ന് അയ്യു ഉത്തു കണ്ടില്ല നിങ്ങൾ, ആ വാവിൻ്റെ ശേഷം ഒരു അലിഫ് അവിടെ അല്ലേ. ഉലു എന്നുള്ളിടത്തും കണ്ടില്ലേ, അപ്പം രണ്ടെണ്ണായില്ലേ. പിന്നെ വല്യാഫു അവിടെ കണ്ടില്ലേ, വല്യസ്ഫു അപ്പം നാലെണ്ണായില്ലേ അല്ലേ. അതാണെന്ന് എൻ്റെ ഓർമ്മ. ഇനിയുണ്ടോ വേറെ നോക്കിയാണ്? ഇല്ല.
അപ്പം ഇങ്ങനത്തെ 4 വന്നിട്ടുണ്ട്, ഇങ്ങനത്തെ 2 വന്നിട്ടുണ്ട്. എന്താ ഇതിൻ്റെ പ്രത്യേകത? റൗണ്ട് അബൌട്ട് ഉണ്ടായ ആ തലയെക്കെട്ട് കെട്ടിയതിൻ്റെ പ്രത്യേകത ഉച്ചാരണം ഉണ്ടാവില്ല. ഉച്ചാരണം അപ്പം നമ്മൾ എങ്ങനെ ഓതുക? ഉലു എന്ന് ഓതണോ? ഉലു ഉലു. ഊന്ന് ഓതണ്ട, ഊ നീട്ടണ്ട, ഉലു എന്ന് മാത്രം ഓതിയാൽ മതി എന്നാ. പിന്നെ അയ്യു ഉത്തു, അവിടെ തു എന്നുണ്ട്, അങ്ങനെ ഓതണോ? വല്യസ്ഫഉ എന്നുണ്ട്, പക്ഷെ ഓതണത് അയ്യു വല്യഫു വല്യസ്ഫഹു എന്ന് മാത്രമേ നമ്മൾ ഓതുന്നുള്ളൂ. പിന്നെ സാക്കിനായ നൂന് വന്നത്, സാക്കിനായ ഈ നഗ്നമായ നൂന് വന്നാൽ അതിൻ്റെ റൂൾസ് എന്തൊക്കെയാണ്? എന്തിനാണ് ഇത് വരിക? ഇയാളെന്തിനാ വരിക? ഒന്നിക്കൽ ഇദ്ഗാം അല്ലെങ്കിൽ യഖ്ഫാ, ഒന്നിക്കൽ ഇദ്ഗാം അല്ലെങ്കിൽ യഖ്ഫാ, രണ്ടാലൊന്നിനാ വരിക. അപ്പം മിൻകും അവിടെ എന്താ? ഇദ്ഗാമാണോ യഖ്ഫാ ആണോ? യഖ്ഫായിനാണ് വന്നത്. പിന്നെ വേറെ അയ്യഗ്ഫിറല്ലാഹു, അവിടെ എന്തിനാ ആ നൂന് വന്നത്? ഇതേ നൂന് തന്നെയാണ് അവിടെയും വന്നത്. അത് എന്തിനാ വന്നത്? ഇദ്ഗാമിനാണ് വന്നത്. കണ്ടങ്ങൾ, ഇതേ നൂന് 2 വരും. ഇദ്ഗാമിന് വന്നു, യഖ്ഫാന് വന്നു. അപ്പം ഇദ്ഗാമുണ്ട് അവിടെ, യഖ്ഫാ ഉണ്ട്. ഇവിടെ മിൻകും എന്നുള്ളിടത്ത് യഖ്ഫാ. പിന്നെ അയ്യഗ്ഫിറ അവിടെ ഇദ്ഗാം അല്ലേ? പിന്നെ എവിടെയും വന്നണോ? എവിടെയാണ്? അയ്യൂത്തു, അവിടെ എന്താണ്? അവിടെയും ഇദ്ഗാം, അവിടെയും ഇദ്ഗാം. അപ്പം മനസ്സിലാക്കാനുള്ള ഐഡിയ, നഗ്നമായ വസ്ത്രമെടുക്കാത്ത ആ നൂന് വന്നാൽ ഒന്നിക്ക് ഇദ്ഗാം അല്ലെങ്കിൽ യഖ്ഫാ. ഇനി ഇദ്ഗാം എങ്ങനെ തീരുമാനിക്കും, യഖ്ഫാ എങ്ങനെ തീരുമാനിക്കും എന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടായേക്കാം അല്ലേ? ഇദ്ഗാം എങ്ങനെ തീരുമാനിക്കാം? ആദ്യം ഈ നൂനിൻ്റെ ശേഷം എന്ത് വരിക? ഇതിലേതെങ്കിലും ഒരു അക്ഷരം വരിക. യർമലൂൻ, യാ, റാ, മീം, ലാം, വാവ്, നൂൻ. ഈ 6 അക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നഗ്നമായ നൂനിൻ്റെ ശേഷം വന്നാൽ ഉറപ്പിക്കുക എന്ത്? ഇദ്ഗാം. ഇനിയോ യഖ്ഫാഓ? ബാക്കി കുറേ അക്ഷരമല്ലേ? ഇൽഹാറിൻ്റെ അക്ഷരവും ഇഖ്ലാബിൻ്റെ അക്ഷരവും അല്ലാത്തത് ഏതായി? ഇൽഹാറിൻ്റെ അക്ഷരം നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചിട്ടുണ്ട്. ഹംസ, ഹായ്, 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 ഐൻ, വൈൻ അല്ലേ? ഈ 6 അക്ഷരം. പിന്നെ ഇഖ്ലാബിൻ്റെ അക്ഷരം ബാഗ്. ഈ 6ഉം ഇതൊന്നും 13. ബാക്കി 12 അക്ഷരമില്ലേ? ബാക്കിയുള്ള അറബി അക്ഷരമാലയിലെ അക്ഷരങ്ങളില്ലേ? അതൊക്കെ എന്തിനാണ്? യഖ്ഫായിനാണ്. അപ്പോൾ അധികവും വരുന്ന എന്തിനാണ്? യഖ്ഫായിനാണ്. അപ്പം മനസ്സിലാക്കാനുള്ള സൂത്രം, ഇദ്ഗാമിൻ്റെ അക്ഷരങ്ങൾ വന്നിട്ടുണ്ടോ, ഇൽഹാറിൻ്റെ അക്ഷരങ്ങൾ വന്നിട്ടുണ്ടോ, ബാ വന്നിട്ടുണ്ടോ, ബാക്കിയുള്ളതൊക്കെ എന്താണ്? യഖ്ഫാ ആണ്. അതാണ് മനസ്സിലാക്കാനുള്ള ഒരു സൂത്രം. പിന്നെ ഗഫൂറുൻ, അവിടെ തൻവീൻ ഉണ്ടല്ലോ അല്ലേ? തൻവീനും സാക്കിനായ നൂനിൻ്റെ അതേ നിയമം തന്നെ. അപ്പം എന്ത് ചെയ്യണം? അവിടെ ഗഫൂറു എന്ത് ചെയ്യണം? കണ്ടില്ലേ? യർമലൂനയിലെ റാവ് വന്നില്ലേ അല്ലേ? അപ്പം എന്ത് ചെയ്യണം? ഗഫൂറു ഇദ്ഗാം ചെയ്യണം. പക്ഷെ എന്തില്ല? ഉന്നത്തുണ്ടാവില്ല. എങ്ങനെ ഓതണം അപ്പം? വല്ലാഹു ഗഫൂറുർ റഹീം. ഗഫൂറൻ എന്ന് ഓതാൻ പോകണ്ട എന്നർത്ഥം. വേറെന്തെങ്കിലും അതിൽ സംശയം ഉണ്ടോ? ചോദിച്ചോളൂ എന്തുണ്ടെങ്കിലും. വല്യസ്ഫഉ അവിടെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിലും നീട്ടാവുന്നതാണ്. ഇനി സ്റ്റോപ്പ് ചെയ്യാതിരിക്കുകയാണെങ്കിലും എന്ത് ചെയ്യാവുന്നതാണ്? നീട്ടാവുന്ന. എങ്ങനെയാ പോവുക? സ്റ്റോപ്പ് ചെയ്യാതെ എന്തുകൊണ്ട് നീട്ടണം എന്ന് ചോദിച്ചാൽ അതിൻ്റെ ശേഷം വരുന്ന എന്താ? ഹംസയാണ്. ഹംസ വരുമ്പോൾ എന്താവും? ഒന്നിക്ക മുൻഫസിലാവും അല്ലെങ്കിൽ മുത്തസിലാവും. അപ്പം മുൻഫസിൽ എന്ന നിയമപ്രകാരം അവിടെ അപ്പം എങ്ങനെ ഓതാം? ഒന്നിക്ക എങ്ങനെ ഓതാം? വല്യസ്ഫഹു അങ്ങനെ നീട്ടി ഉച്ചരിക്കുക, അല്ലെങ്കിൽ വല്യസ്ഫഹു അല. രണ്ടും നിയമവ്യത്യാസം വരും എന്നർത്ഥം. പിന്നെ വല്യഅഫു അവിടെ നീട്ടാനൊന്നുമില്ല. വേറെ എവിടെയെങ്കിലും
ഉണ്ടോ? എന്നാ പറഞ്ഞോളി അർത്ഥം. വലായത്തലി എന്താ? വലായത്തലി പറഞ്ഞ എന്താ? വലായത്തലി നിങ്ങൾ വലായത്തലി എന്ന് പറഞ്ഞാൽ ശപഥം ചെയ്യരുത്. ആര്? ഉലുൽ ഫദ്ലി മിൻകും, ശപഥം ചെയ്ത് പറയരുത്. ഉലുൽ ഫദ്ലി മിൻകും, നിങ്ങളിൽ നിന്ന് ഫദ്ലുള്ള ആളുകൾ, അള്ളാഹുവിൻ്റെ ശ്രേഷ്ഠതയുള്ള ആളുകൾ. വസ്സഅതി, എന്തായി ഫദ്ൽ എന്നൊക്കെ വിശദീകരിക്കും, മനസ്സിലാവും കേട്ടോ. വസ്സഅതി, കഴിവുള്ള ആളുകളും ശപഥം ചെയ്ത് പറയരുത്. അൻയുത്തു, അൻയുത്തു എന്ന് പറഞ്ഞാൽ പദത്തിൻ്റെ അർത്ഥം കൊടുക്കാൻ എന്നാണ്. ഉലിൽ ഖുർബ, അവർ കൊടുക്കാൻ. ഉലിൽ ഖുർബ, അടുത്ത ആളുകൾക്കും. വൽ മസാക്കീന, സാധുക്കൾക്കും. വൽ മുഹാജിരീന, പാലായനം ചെയ്തു വന്നവർക്കും. ഫീ സബീലില്ല, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പാലായനം ചെയ്തു വന്നവർക്കും കൊടുക്കില്ല എന്ന് നിങ്ങൾ ശപഥം ചെയ്യരുത്. വല്യഫു, വിട്ടുവീഴ്ച ചെയ്യട്ടെ. വല്യസ്ഫഉ, ആദ്യത്ത് മാപ്പ് കൊടുക്കട്ടെ, രണ്ടാമത്ത് വിട്ടുവീഴ്ച ചെയ്യട്ടെ. അലാ തുഹിബ്ബൂന, അല്ല നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ. അൻ യഗ്ഫിറല്ലാഹു ലക്കും, അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരാൻ അല്ലെങ്കിൽ തരണമെന്ന് നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ. വല്ലാഹു ഗഫൂറുർ റഹീം, അള്ളാഹു അങ്ങേയറ്റം പൊറുക്കുന്നവനും അങ്ങേയറ്റത്തെ റഹ്മത്ത് കാണിക്കുന്നവനുമാണ്. തിരിച്ചു വരിക. ഇതിനു മുമ്പുള്ള ആയത്ത് നമ്മൾ വിശദീകരിച്ച് കഴിഞ്ഞിനോ? യാ അയ്യുഹല്ലദീന ആമനു. ഓക്കെ, അതൊന്ന് പറയാം, എന്നാലും ഇത് മനസ്സിലാവും. യാ അയ്യുഹല്ലദീന ആമനു എന്ന് പറഞ്ഞാൽ എന്താ? വിശ്വാസികളെ, സത്യവിശ്വാസികളെ. ലാ തത്തബിയു ഖുതുവാതി ശൈത്വാൻ, പിശാചിന്റെ കാൽപ്പാടുകളെ നിങ്ങൾ പിന്തുടരരുത്. അതാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച നിർത്തിയത്. വമൻ യത്തബിയു ഖുതുവാതി ശൈത്വാൻ, ആരാണോ പിശാചിന്റെ കാൽപ്പാടുകളെ പിന്തുടരുന്നത്, ഫഇന്നഹു യഅ്മുറു ബിൽ ഫഹ്ശാഇ വൽ മുൻകർ, തീർച്ചയായും ആ പിശാച് നീച വൃത്തികളെ കൊണ്ടും വെറുക്കപ്പെട്ട കാര്യങ്ങളെ കൊണ്ടും അല്ലെങ്കിൽ അനാവശ്യ കാര്യങ്ങളെ കൊണ്ടുമാണ് ആ പിശാച് കൽപ്പിക്കുന്നത്. വലൗലാ ഫദ്ലുല്ലാഹി അലൈക്കും, അള്ളാഹുവിൻ്റെ ഫദ്ല് നിങ്ങളുടെ മേൽ ഇല്ലായിരുന്നെങ്കിൽ. വറഹ്മത്തുഹു, അള്ളാഹുവിൻ്റെ കാരുണ്യവും നിങ്ങളുടെ മേൽ ഇല്ലായിരുന്നെങ്കിൽ. മാ സക്കാ മിൻകും മിൻ അഹദിൻ അബദ, നിങ്ങളിൽ നിന്ന് ഒരാളും തന്നെ ഒരിക്കലും പരിശുദ്ധി പ്രാപിക്കുകയില്ല. വലാകിന്നല്ലാഹ യുസക്കി മൻ യശാ, പക്ഷേ അള്ളാഹു അവനുദ്ദേശിച്ചവരെ പരിശുദ്ധപ്പെടുത്തുന്നു. വല്ലാഹു സമീഉൻ അലീം, അള്ളാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനും. കഴിഞ്ഞ ആഴ്ച നമ്മൾ ലാ തത്തബിയു ഖുതുവാതി ശൈത്താൻ എന്ന് ഒരല്പം വിശദീകരിക്കണ്ടായി. അടുത്ത അതിൻ്റെ താഴെ അള്ളാഹു കൊടുക്കുന്നത് വമൻ യത്തബിയു ഖുതുവാതി ശൈത്താൻ, നിങ്ങൾ അങ്ങനെ ഖുതുവാതി ശൈത്താൻ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് പിന്നെ അള്ളാഹു പറയുന്നത് എന്താ? ഖുതുവാതി ശൈത്താൻ ആര് പിന്തുടരുന്നുവോ. എവിടെ അതിൻ്റെ ജവാബ്? ഒരാളിപ്പം ഖുതുവാതി ശൈത്താൻ പിന്തുടർന്ന എന്താ അതിൻ്റെ ജവാബ്? ഇവിടെ ജവാബ് വേണ്ടേ? ജവാബ് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായോ? ഞാൻ അങ്ങാടിയിലേക്ക് പോയാൽ എന്താ അല്ല, വേറെ ആർക്കറിയാം? അതതിൻ്റെ ജവാബല്ല എന്നാ. ഫാവ് കാണുമ്പോൾ നമ്മൾ വേഗം ജവാബ് പറയും, അതുകൊണ്ടാണ് ചോദിച്ചത്. അത് ജവാബല്ല. വമൻ യത്തബി ഖുതുവാതി ശൈത്താൻ, അള്ളാഹു ഇത്ര കർശനമായി പിന്നെ പിശാചിൻ്റെ കാൽപ്പാടുകൾ നിങ്ങൾ പിന്തുടരരുത് എന്ന് നിങ്ങളോട് വിരോധിക്കുമ്പോൾ ഇനി അള്ളാഹ് പറയാ ഖുതുവാതി ശൈത്താനെങ്ങാനും ആരെങ്കിലും പിന്തുടർന്നാൽ പിന്നെ പറയേണ്ടതില്ല, ഓനെന്താണ്? നരകാവകാശിയാണെന്നാ.
അതവിടെ അണ്ടർസ്റ്റുഡ് ആയതുകൊണ്ട് പറയാതെ പോയതാണെന്നാ. അപ്പോൾ അവൻ നരക അവകാശിയാകും എന്നാണ് അവിടെ മഹ്സൂഫാണ്. ആ പിന്നെ ജവാബ് കളയപ്പെട്ടത്. എന്തുകൊണ്ട് അവകാശിയാകും? അതാണ് തുടർന്ന് പറഞ്ഞത്. ഫ ഇന്നഹു, തീർച്ചയായും ആ പിശാജ് യഅ്മുറു ബിൽ ഫഹ്ശ എന്നുള്ളത് അറബി സാഹിത്യത്തിലെ ഒരു പ്രധാന ഭാഗം കൂടി ആണ്. അറബിയുടെ സംസാരത്തിൽ പോലും അങ്ങനെ ഉണ്ടാവും. അപ്പോൾ വമൻ യത്തബി ഖുത്വാത്തി ഷൈത്താൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ജവാബ്, ഓൻ പിശാചിൻ്റെ കാൽപ്പാടുകൾ ആര് പിൻപറ്റുന്നുവോ അവൻ നരകാവകാശി. പിന്നെ പറയണതോ വറഹ്മത്തു, അള്ളാഹുവിൻ്റെ കാരുണ്യവും ഇല്ലായിരുന്നെങ്കിൽ. എന്തിനായി ലൗല? അള്ളാഹുവിൻ്റെ ഫളിലും കാരുണ്യവും ഇല്ലായിരുന്നെങ്കിൽ. അപ്പം എന്താ അതിൻ്റെ അർത്ഥം? അള്ളാഹുവിൻ്റെ ഫളിലും കാരുണ്യവും ഈ പിന്നെ ഹദീസുൽ ഇഫ്ക് പറഞ്ഞ ആളുകളുടെ മേല് ഉണ്ട് അല്ലേ? ആരാണവർ? സഹാബ. അതെങ്ങാനും ഇല്ലായിരുന്നുവെങ്കിൽ എന്താവും അവസ്ഥ? മാ സക്കാ മിൻകും മിൻ അഹദിൻ അബദ, ഒരിക്കലും ഒരാളും തന്നെ പരിശുദ്ധി പ്രാപിക്കില്ല. അപ്പോൾ അതിൽ വേറെയും ഒരുപാട് പാഠം പഠിക്കാണ്ട്. ഒന്ന്, ആ സഹാബത്തിനെ പറ്റി മാത്രമാണോ വിശുദ്ധ ഖുർആൻ വലൗലാ ഫദ്ലുല്ലാഹി അലൈക്കും വറഹ്മത്തുഹു മാ സക്കാ മിൻകും മിൻ അഹദിൻ അബദ എന്ന് 14-ാമത്തെ ആയത്തിലുണ്ട്. അക്കെങ്ങനെ ഉണ്ടിയൊക്കെ അവിടെയൊക്കെ വലൗലാ ഫദ്ലുല്ലാഹി അലൈക്കും വറഹ്മത്തുഹു എന്ന് പറഞ്ഞിട്ട് ചിലയിടത്ത് ജവാബ് പറയും, ചിലയിടത്ത് ജവാബ് പറയാതെയും സ്ഥലങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ ഖുർആനിൽ മൊത്തം എത്ര സ്ഥലത്തുണ്ട് അങ്ങനത്തെ പ്രയോഗം? 6 സ്ഥലത്ത്. മറ്റൊന്നുള്ളത് സൂറത്തു നിസായിൽ മാത്രമാണ് അള്ളാഹു അത് പറയുന്നത്. അവിടെയൊക്കെ അള്ളാഹുത്താല പ്രധാനമായി എന്താ ഈ ഫദ്ല്? അള്ളാഹുവിൻ്റെ ഔദാര്യം, അള്ളാഹുവിൻ്റെ അനുഗ്രഹം, അതാണല്ലോ ഫദ്ല് അറിയേണ്ടത്. അപ്പം അള്ളാഹുവിൻ്റെ അനുഗ്രഹം എന്ന് പറയുന്ന ഇവിടെ എന്താ? വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരിൽ നിന്നൊരു പാപം ചെയ്താൽ, ആ പാപത്തിന് അവർ പാപമോചനം തേടിയാൽ അവരുടെ പക്ഷാതാപം അള്ളാഹു സ്വീകരിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ. അള്ളാഹു തആല പക്ഷാതാപം സ്വീകരിക്കുന്നു, തൗബ സ്വീകരിക്കുന്നു. ആ തൗബയുടെ ഗേറ്റാണ് ഏറ്റവും വലിയ ഫദ്ൽ അള്ളാഹു തആല നമുക്ക് നൽകിയിട്ടുള്ളത്. പിന്നെ ഒരാൾക്ക് ഒരു കുറ്റം ചെയ്തു, ആ കുറ്റം ചെയ്ത് അയാൾ ശിക്ഷ ഏറ്റുവാങ്ങിയാൽ, ഇപ്പം ഒരാൾ, അതും അള്ളാഹുവിൻ്റെ ഒരു ഫദ്ലാണ്. കാരണം അതോടുകൂടി എന്ത് ചെയ്തു? അയാൾ പിന്നെ പക്ഷാതപിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? അള്ളാഹു സുബ്ഹാനഹു വ തആല അയാളുടെ പക്ഷാതാപം സ്വീകരിക്കും അല്ലേ? ഇങ്ങനെ ആലോചിച്ച് നോക്കൂ. ചില തെറ്റുകുറ്റങ്ങൾക്കൊക്കെ അള്ളാഹു തആല കഫാറത്തുകൾ നിശ്ചയിച്ചിട്ടുണ്ടാവും. ആ കഫാറത്തുകൾ കൊടുത്തുകൊണ്ട് അയാൾ പക്ഷാതാപം ചെയ്താൽ അള്ളാഹു തആല നിങ്ങൾക്ക് നൽകിയിട്ടില്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥ? ആലോചിച്ച് നോക്കൂ. നമ്മളിലേക്കൊന്ന് വന്ന് നോക്കിയാണ് അല്ലേ? ഓരോ നിമിഷവും ഞാനും നിങ്ങളുമൊക്കെ തെറ്റുകൾ ഇങ്ങനെ ചെയ്യണം. ഞാൻ ഇപ്പോൾ വലിയ മഹാപാപ്പൊന്നും ചെയ്യണുണ്ടാവില്ല, പക്ഷേ എൻ്റെ കണ്ണുണ്ടാവും വേണ്ടാത്തടത്ത് പോകും, എൻ്റെ കൈയുണ്ടാവും വേണ്ടാത്തടത്ത് തോണ്ടിയിട്ടുണ്ടാവും അല്ലേ? എൻ്റെ കാല് വേണ്ടാത്ത സ്ഥലത്തേക്ക് ചലിച്ചിട്ടും. ഇനിയിപ്പോൾ അതൊന്നുമില്ല, ഞാൻ റൂമിൻ്റെ ഉള്ളിൽ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുക, എൻ്റെ മനസ്സുണ്ടാവും വേറെ ഏതോ ലോകത്തിലൂടെ ഇങ്ങനെ പറന്ന് വന്ന് അവസാനം എൻ്റെ അടുത്തേക്ക് തന്നെ വരും അല്ലേ? എൻ്റെ ചിന്തകൾ അതിൽ വേണ്ടാത്തതും വേണ്ടതൊക്കെ ഉണ്ടാവും. അപ്പം ഓരോ നിമിഷത്തിലും മനുഷ്യൻ്റെ മനസ്സുകൾ കുറ്റം ചെയ്യാനും പാപം ചെയ്യാനും ഇങ്ങനെ എന്ത് ചെയ്യും? ഇങ്ങനെ പ്രേരണകൾ ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ ആ പ്രേരണകളുള്ള ആ ഭാഗത്തു കൂടെ ഇങ്ങനെ മനസ്സ് പറന്നുകൊണ്ടിരിക്കും അല്ലേ? അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല 5 നേരത്തെ നമസ്കാരം വെച്ചു, പുറമെ കോറ നമസ്കാരം വെച്ചു, പുറമെ അദ്കാറു സബാ വൽ മസാ വെച്ചു. പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇങ്ങനെ ഒരുപാട് പ്രാർത്ഥനകൾ വെച്ചെടുത്തൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിനെ ഓർക്കാനും പക്ഷാതപിക്കാനും ആണ് ഈ പറയുന്നത്. അതിലൂടെ മനുഷ്യൻ്റെ പാപ്പക്കറകൾ എന്ത് ചെയ്യും? ഒന്നും വേണ്ട. ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്ക് വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. 100 വട്ടം പറഞ്ഞാൽ എന്താ ഒരു ദിവസം മിനിമം 100 പ്രാവശ്യം പറയണമെന്നാ പറയണ്ടേ? നമ്മൾ എവിടെ പറയണില്ല, നമുക്ക് എവിടെ ടൈം? അതിന് ഏറ്റവും നല്ല ഐഡിയ, സുബഹി നിസ്കരിച്ചെങ്കിൽ ഇങ്ങനെ നടക്കൂലേ? ഇവിടെ നടക്കണവരുണ്ടാവും, വാക്ക് ചെയ്യണവരുണ്ടാവും. അവർക്ക് ഏറ്റവും നല്ല അതാ അങ്ങ് പറയാം, 100 പറയാം. അപ്പോൾ അങ്ങനെ പറഞ്ഞാൽ എന്താ? ഒരുപാട് ഗുണങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, പൈശാചികമായ ബാധ ആ ദിവസം അയാൾക്ക് ബാധിക്കില്ല. രണ്ടാമത്,
അയാൾക്കുള്ള 100 പാപങ്ങൾ എന്ത് ചെയ്യും? അള്ളാഹു തആല ഡിലേറ്റ് ചെയ്തിട്ട് 100 നന്മകൾ അതിൻ്റെ ആഡ് ചെയ്യും. നോക്കി നിങ്ങൾ അല്ലേ, ഇതിനേക്കാൾ വലിയൊരു കാര്യം എന്താ ഇപ്പോൾ? ആ ജോലിക്ക് വരുമ്പോൾ ബസ്സിൽ ഇങ്ങനെ പറഞ്ഞാൽ മതി, ഒരാൾ കേൾക്കണമെന്നൊന്നുമില്ല. ഞാൻ വലിയ ദിക്റൊക്കെ ചെല്ലുന്നുണ്ട് ഇങ്ങനെ മാലമണി ഒരുക്കണമെന്നൊന്നുമില്ല. നിങ്ങൾ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞാൽ മതി. ആലോചിച്ച് നോക്കും നിങ്ങൾ. ഇനിയിപ്പോൾ 100 കഴിഞ്ഞില്ല, 10 നമുക്ക് കയ്യുള്ളൂ, മതി, അതിൻ്റെ കൂലി കിട്ടും അല്ലേ അള്ളാഹു. അപ്പം നോക്കി നിങ്ങൾ, ഓരോ ദിക്റിലും എന്തുണ്ട്? വലൗലാ ഫദ്ലുല്ലാഹി അലൈക്കും വറഹ്മത്തു, അതിലൊക്കെ അള്ളാഹുവിൻ്റെ ഫദ്ൽ, അള്ളാഹുവിൻ്റെ അനുഗ്രഹം, അള്ളാഹുവിൻ്റെ കാരുണ്യം ഉണ്ട് എന്നാ. ഇനി ഒന്നുകൂടി വിശാലമാവുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ ഫദ്ൽ, പിന്നെ നമുക്ക് ഓരോ സെക്കൻഡിലും അള്ളാഹുവിൻ്റെ ഔദാര്യം കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ. നമ്മളിവിടെ ഉണ്ടായിരുന്നു ആദ്യം ഉണ്ടോ? പിന്നെ അള്ളാഹു നമ്മളെ ഉണ്ടാക്കിയില്ലേ അല്ലേ? നിങ്ങളും പറയാതെ തന്നെ അള്ളാഹു തആല നമ്മളെ ജനിപ്പിച്ച് നമ്മളുണ്ടാക്കിയില്ലേ? ഉണ്ടാക്കിയെന്ന് മാത്രമല്ല, നമുക്കിവിടെ ജീവിക്കാനുള്ള കോടാനുകൂടി അനുഗ്രഹങ്ങൾ, എണ്ണിയാൽ ഒതുങ്ങാത്ത വെള്ളം, വായു തുടങ്ങി ഈ പ്രകൃതിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ പ്രപഞ്ചത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ വെച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് എണ്ണി നോക്കി നിങ്ങൾ. അതൊക്കെ അള്ളാഹുവിൻ്റെ കാരുണ്യവും അള്ളാഹുവിൻ്റെ ഫദ്ലിലും പെട്ടതാണ്. പിന്നെ അത് മാത്രമല്ല, പടച്ചിങ്ങോട്ട് വിട്ടക്കല്ല പടച്ചോം. ഇന്ന റൂട്ടിലൂടെ കേട്ടോ ഗൈഡും തന്നൂന്നാ, ഈ റൂട്ടിലൂടെ സഞ്ചരിക്കാവൂ, അതിലൂടെ പോരുതിട്ടവനെ എന്നും അള്ളാഹു തആല ഗൈഡ് നൽകി. അതാണ് വിശുദ്ധ ഖുർആൻ, അതാണ് പ്രവാചകന്മാർ അല്ലേ. അതും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക്. അപ്പോൾ വലൗലാ ഫദ്ലുല്ലാഹി അലൈക്കും, അള്ളാഹുവിൻ്റെ ഫദ്ലും അള്ളാഹുവിൻ്റെ കാരുണ്യം, വറഹ്മത്തു, അള്ളാഹുവിൻ്റെ കാരുണ്യം നിങ്ങളുടെ മേൽ ഈ പ്രപഞ്ചത്തിൽ ഇല്ലായിരുന്നുവെങ്കിൽ എന്താണ്? മാ സക്കാ മിൻകും മിൻ അഹദിൻ അബദ, ഒരിക്കലും ഒരാളും തന്നെ, ആരെങ്കിലും ഒഴിവാക്കിയ പഠിച്ചോ ഇല്ല, ഒരാളും ഒരിക്കലും ഖിയാമത്ത് നാൾ വരെ അവൻ എന്ത് കിട്ടൂല? തസ്കിയത്ത് കിട്ടൂല. അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹ വദക്കിഹാ അൻത ഖൈറു മൻ സക്കാഹ അൻത വലിയുഹാ വമൗലാഹ. ഇങ്ങനെയല്ലേ എന്താണ് പറയേണ്ടത്? പടച്ചോനെ, എൻ്റെ മനസ്സിന് ആ ഭക്തി, ആ തെക്കുവ ബോധം, ഭക്തിബോധം എനിക്ക് നീ നൽകണമേ എന്നാണ് അല്ലാഹു തആല. പിന്നെ പറയുന്നതാ വദക്കിഹ അൻത ഖൈറു മൻ സക്കാഹ, ആ മനസ്സിന് നീ ആ തസ്കിയത്ത് നൽകണമേ. അതിന് തസ്കിയത്ത് നൽകുന്നവരിൽ ഏറ്റവും ഉത്തമൻ നീയാണല്ലോ പടച്ചവനെ എന്ന് നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിരന്തരം പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയും കൂടിയാണ് അത്. അപ്പോൾ അതാണ് അള്ളാഹുവിൻ്റെ ഫദ്ൽ എന്ന് പറയുന്നത്. അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ ആ മനുഷ്യൻ്റെ മനസ്സിന് തസ്കിയത്ത് ലഭിക്കുന്നു എന്നത് ഒരു മഹാഭാഗ്യമാണ്, മഹാഫദ്ലാണ്. പിന്നെ പറയാം വലാകിന്നല്ലാഹ യുസക്കി മൻ യശാ, അള്ളാഹു അവൻ ഉദ്ദേശിച്ച ആളുകൾക്ക് തസ്കിയത്ത് നൽകുന്നു എന്ന് പറഞ്ഞാൽ എന്താ? അതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് പ്രവാചകന്മാരുടെ അനുയായികളായ സ്വഹാബത്തിൻ്റെ കൂട്ടത്തിൽ നിന്ന് മിസ്താഹ് പോലുള്ള, പിന്നെന്താണ്, ബിൻത്ത് ജഹഷ്, എന്താണ്, ഹംന ബിൻത്ത് ജഹഷ്, ഇങ്ങനെ 2 സ്ത്രീകളും ഒക്കെ ഉണ്ടല്ലോ അതിൽ അല്ലേ. അവരൊക്കെ ഉന്നതരായ ആളുകളാണ്. ആ ഉന്നതരായ സഹാബത്തിൽപ്പെട്ട ആളുകളിൽ ഇങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചപ്പോൾ അല്ലാഹു തആല അവർക്ക് തസ്കിയത്ത് നൽകി എന്നുള്ളതാണ്. അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വലാകിന്നല്ലാഹ യുസക്കി മൻ യശാ, അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പ്രത്യേകം തസ്കിയത്ത് നൽകുന്നു. വല്ലാഹു സമീഉൻ അലീം, അള്ളാഹു എല്ലാം കാണുന്നവനും കേൾക്കുന്നവനും ആണ്. മറ്റൊരായത്തിൽ നമ്മൾ പറഞ്ഞെടുത്ത് കാണാം, ഫിദ് വലൗലാ ഫദ്ലുല്ലാഹി അലൈക്കും വറഹ്മത്തു ഫിദ് ദുനിയാ വൽ ആഖിറ എന്ന് കാണാം. ദുനിയാവിലും അള്ളാഹുവിൻ്റെ തസ്കിയത്ത് കിട്ടും, അള്ളാഹുവിൻ്റെ ഫദ്ല്, പിന്നെ പരലോകത്തും അള്ളാഹുവിൻ്റെ ഫദ്ലും റഹ്മത്തും കിട്ടും. ദുനിയാവിലെ ഫദ്ലാണ് ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ഒരുപാട് എണ്ണിയാൽ ഒതുങ്ങാത്ത അനുഗ്രഹങ്ങൾ. പരലോകത്തോ ഏറ്റവും വലിയ ഫദ്ൽ ഏതാ? അള്ളാഹുവിൻ്റെ സ്വർഗം അല്ലേ. ആ സ്വർഗം, ആ നരകത്തിൽ നിന്നുള്ള മോചനവും, ഇതാണ് പരലോകത്ത് നമുക്ക് കിട്ടാൻ പോകുന്നത്. അതുകൊണ്ടാണ് ചില ആയത്ത് പറയുന്നിടത്ത് ഫിദ്ദുന്യ വൽ ആഖിറ എന്നും കൂടി കാണാൻ സാധിക്കും. അപ്പം അതാണ് ആ ആയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി പറയാം വലായത്തലി. വലായത്തലി എന്താ അതിൻ്റെ അർത്ഥം? ശബദം. വ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വ എന്താ? വാവ് പറഞ്ഞോളി. അത്ഫ്.
അപ്പം ഇഞ്ഞിൻ്റെ ചോദ്യം, എന്തിനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അത്ഫിൻ്റെ വാവ് കൊണ്ടുവന്നത്? എവിടേക്കാണ് അത് അത്ഫ്? അത്ഫിൻ്റെ വാവാണത്. എവിടേക്കാണത് അത്ഫ്? വിശുദ്ധ ഖുർആനിലെ ഓരോ അക്ഷരത്തിനും എന്തുണ്ട്? വലിയ ആശയങ്ങളുണ്ട് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഇത് അത്ഫിൻ്റെ വാവാണ്. എവിടേക്കാണ് അത്ഫ്? വലാ തത്തബിഉ ഖുതുവാതി ശൈത്താൻ, അവിടേക്കാണ്. പിശാചിന്റെ കാൽപ്പാടുകളെ നിങ്ങൾ പിന്തുടരരുത്. വലാ യഅ്തലി, നിങ്ങൾ എന്ത് ചെയ്തരുത്? എന്ത് ചെയ്തരുത്? ശപഥം ചെയ്ത് പറയുകയും ചെയ്യരുത്. അല്ലേ? അങ്ങോട്ടാണ് അത്ഫ്. അപ്പം നോക്കി നിങ്ങൾ, ഒരു മനുഷ്യൻ അവൻ ഞാനെ കൊടുക്കൂല എന്ന് ശപഥം ചെയ്ത് പറയാൻ അവനെ പ്രേരിപ്പിക്കുന്നത് എന്താ? ഖുതുവാത്തി ശൈത്താനാണ്. അപ്പൊ പടച്ചോൻ കണ്ടങ്ങൾ കണക്ട് ചെയ്തത് ആ തീവണ്ടിന്റെ രണ്ട് ബോഗില്ലേ? എങ്ങനെ കണക്ട് ചെയ്ത്? അതിന്റെ ഒരു ബോഗില്ല അങ്ങ് അകലെ വലാ തത്തബിഉ ശൈത്താൻ, എന്നിട്ട് ഇവിടെ കൊണ്ടുനാട്ടി പടച്ചോൻ എന്ത് ചെയ്ത്? വലാ യഅ്തലി, കണ്ടങ്ങൾ കണക്ട് ചെയ്തത്. അപ്പം ആ പിശാചിന്റെ കാൽപ്പാടുകളെ പിന്തുടരുന്നതിന്റെ ഭാഗമാണ് ഇത്. നിങ്ങൾ ഈ സത്യം ചെയ്യണതും ഇനി എന്ത് സത്യങ്ങൾ ചെയ്യണത് അതവിടെ താഴെ പറയുന്നുണ്ട്. വലാ യഅ്തലി ഉലുൽ ഫദ്ൽ, നിങ്ങളിൽ നിന്ന് ശ്രേഷ്ഠതയും കഴിവുമുള്ള ആളുകൾ സത്യം ചെയ്ത് പറയരുത്. എന്ത്? അൻ യുത്തു ഉലിൽ ഖുർബ, കുടുംബബന്ധമുള്ളവർക്കും മിസ്കീന്മാർക്കും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പാലായനം ചെയ്തവർക്കും ഞാൻ കൊടുക്കില്ല എന്ന് സത്യം ചെയ്ത് പറയരുത്. ഇതിൻ്റെ ഒരു അവതരണ ഹേതുണ്ട്. അത് മനസ്സിലാക്കുമ്പോഴാണ് ഒന്നുകൂടി നമുക്ക് അതിൻ്റെ കുട്ടൻസ് മനസ്സിലാക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയായ ആയിഷ ബീബി, അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ മകളായ ആയിഷ ബീബി, ആ ആയിഷ ബീബിൻ്റെ പേരിൽ അപരാധമുണ്ടാക്കിയത് ആരാണ്? മിസ്താഹ് ഇബ്നു അസാസ എന്ന് പറയുന്ന ഒരു സഹാബിയാണ്. അല്ലേ? ആ കൂട്ടത്തിൽ ആരുണ്ട്? മിസ്താഹ് ഇബ്നു അസാസ ഉണ്ട്, വേറെയുണ്ട്. ആ മിസ്താഹ് ഇബ്നു അസാസ അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ ആരാണ്? ഇബ്നു ഖാലത്താണ്. എന്ന് പറഞ്ഞാൽ ഉമ്മാന്റെ പെങ്ങളെ മകൻ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ എളാമാന്റെ മകനാവും, അല്ലെങ്കിൽ പിന്നെ മൂത്തമ്മാന്റെ ഉമ്മാന്റെ പിന്നെ നിറഞ്ഞാരങ്ങൾ പറയല് ഖാലത്ത് എന്നാ. നമ്മളെ നാട്ടിൽ പറയാ ഇളയമ്മ മൂത്തമ്മയാണ്. അല്ലേ? ഉമ്മാന്റെ അഞ്ചത്തിന് ഏട്ടത്തിന് നിങ്ങൾ എന്താ പറയാ? ഇളയമ്മ മൂത്തമ്മ. എല്ലായിടത്തും ചിലപ്പോൾ അങ്ങനെ ആവൂല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഉമ്മാന്റെ സിസ്റ്റർ. അതിൻ്റെ മകനാണ് ആര്? മിസ്താഹ് ഇബ്നു അസാസ. വളരെ ദരിദ്രനാണ് ആര്? മിസ്താഹ് ഇബ്നു അസാസ. അടുത്ത ബന്ധം ഉലുൽ ഖുർബ കണ്ടങ്ങള്. പിന്നെ മിസ്കീൻ, വളരെ ദരിദ്രനാണ്. പിന്നെ അയാൾക്കുള്ള പ്രത്യേകത എന്താ? മഹാനാണ്. എങ്ങനെ? ബദർ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ട് മിസ്താഹ് ഇബ്നു അസാസ. ആ മിസ്താഹ് ഇബ്നു അസാസ ഇത് പറഞ്ഞത് അല്ലേ? അപ്പോൾ ആ ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത പ്രഗത്ഭരായ സഹാബിമാർ മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൂടെ ആ മക്കത്ത് നിന്ന് മദീനയിലേക്ക് പാലായനം ചെയ്തു വന്ന ആ മഹാനായ സഹാബിയാണ്. അല്ലേ? റളിയല്ലാഹു അൻഹും വറളു അൻഹു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സർട്ടിഫിക്കറ്റ് നൽകിയ മുഹാജിറുകളിൽപ്പെട്ട ആളാണ് ആര്? മിസ്താഹ് ഇബ്നു അസാസ. അപ്പം ആ മിസ്താഹ് ഇബ്നു അസാസക്ക് എൻ്റെ സ്വന്തം കുട്ടിനെ, എൻ്റെ മകളെ ഈ അപരാധം പറഞ്ഞിട്ട് ഇനി ഞാൻ കൊടുക്കൂലോന്, ഓൻ പട്ടിണി കിടന്ന് മരിക്കട്ടെ നമ്മൾ പറയില്ലേ? ഏതു മനുഷ്യനും പറയും അല്ലേ? എൻ്റെ സ്വന്തം മകളെ നിങ്ങളിൽ ഒരാൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സേവനം ചെയ്തുകൊണ്ടിരിക്കണ്ടേ, പിന്നെ ഞാൻ ആ സേവനം ചെയ്യോ? അമ്മക്കെന്നറിയാം, പിന്നെ കിട്ടൂല അല്ലേ? നിങ്ങൾ പറയില്ലേ? മനുഷ്യ മനസ്സ് അങ്ങനെയാണ്. പക്ഷേ നോക്കിങ്ങൾ, ഒരു ഉദാഹരണം, നിങ്ങൾ ക്ലാസ്സിന് വന്നിരിക്കുമ്പോൾ നിങ്ങളെ ചെരുപ്പ് ആരാ കൊണ്ടുപോയി അല്ലേ? സപ്പോസ് അപ്പോൾ ഞാൻ പറയാം, അയാളെ ക്ലാസ്സിന് തന്നെ ഞാൻ വരൂല, എൻ്റെ ചെരുപ്പ് പോയി എന്ന് പറയാം അല്ലേ? അങ്ങനെ പറയില്ലേ നമ്മൾ? എന്തേ ക്ലാസ്സിന് ഞാൻ വരൂല സത്യം എന്ത് പറഞ്ഞ് ഉറപ്പിച്ച് പറഞ്ഞെന്തേ? കാരണം എന്താ? എൻ്റെ ചെരുപ്പ് പോയി അല്ലേ? അപ്പോൾ ക്ലാസ്സിന് വരാന്നിട്ട് ഉണ്ടോ? കാര്യമില്ല. ഇതേപോലെ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിലൊക്കെ ഉണ്ടാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ വലിയ ഒരു അദബ് പഠിപ്പിക്കുകയാണ്. നിങ്ങൾക്കൊക്കെ കുറേ കുട്ടികളുണ്ടാവില്ലേ? ആ കുറേ കുട്ടികളിൽ ഒരു ചെറിയ കുട്ടി ഉണ്ടാവില്ലേ?
ചെറിയ കുട്ടീനെ വലിയ മകൻ വന്ന് ചിലപ്പോൾ എന്തെങ്കിലും കച്ചറാക്കി അടിച്ചിട്ടുണ്ടാവും. ഓൻ കരഞ്ഞ് കരഞ്ഞ് വാപ്പ വരാൻ കാത്തിക്കേക്കാരം എന്ത് പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ. ചെറിയ കുട്ടീനെ ഓൻ വാപ്പനെ കാണുമ്പോൾ ഒന്നുകൂടി അത് കരയും. എന്നാൽ ശരിയായ വാപ്പ എന്താ ചെയ്യുക? ഇവിടെ കാക്ക ഓനോട് പിടിച്ചോണ്ടിരും എന്നിട്ട് ഒറ്റയടി കൊടുക്കുക അല്ല. എന്താ ചെയ്യുക? ആ കുട്ടിയെ ആദ്യം എന്ത് ചെയ്യും? മടിയിൽ പിടിച്ചിരുത്തും. പിന്നെന്ത് ചെയ്യും? തലോടും. പിന്നെ ശരീരത്തിൻ്റെ ഭാഗങ്ങളിലൊക്കെ തലോടിയിട്ട് അല്പാൽപമായി ഇങ്ങനെ ശമിപ്പിക്കും അവൻ്റെ വികാരം അല്ലേ. ആ കാക്കൻ അടിച്ചതിലുള്ള ആ എതിർപ്പ് അങ്ങനെ ശമിപ്പിക്കും വാപ്പ. അവസാനം എന്ത് പറഞ്ഞു കൊടുക്കും? നമ്മളെ കാക്കല്ലേ അല്ലേ. അങ്ങനെ അവൻ ചിരിച്ചുകൊണ്ട് എന്ത് ചെയ്യും? വാപ്പാൻ്റെ മടിയിൽ നിന്ന് ഓൻ കാക്കാൻ്റെ അടുത്തേക്ക് അടിയിട്ട് കാക്കാൻ്റെ അടുത്തേക്ക് വീണ്ടും പോകും. ഇത് ഒരു വലിയ മനഃശാസ്ത്രമാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. എന്തായാലുള്ള മനഃശാസ്ത്രം? അള്ളാഹു സുബ്ഹാനഹു വ തആല മഹാനായ അബൂബക്കർ റളിയല്ലാഹുവിൽ നിന്ന് ഒരു അബദ്ധം, ആ അബദ്ധം വന്നപ്പോൾ അബൂബക്കർ റളിയല്ലാഹുവിന് ഈ കുട്ടിക്കുണ്ടായതുപോലുള്ള ദേഷ്യം, ഇതിൻ്റെ ഉപമേട്ടോ, നിങ്ങൾ അതേപോലെ എന്ന് പറയരുത്, ഞങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി പറയാണ്. അപ്പോൾ ആ കുട്ടിക്കുണ്ടായ ദേഷ്യം കണ്ടില്ല നിങ്ങൾ അല്ലേ. ഇതേപോലെ അബൂബക്കർ റളിയല്ലാഹുവിന് എന്തുണ്ടായി? പിന്നെ മിസ്താഹിനോട് അങ്ങേയറ്റത്തെ പകയുണ്ടായി, വിദ്വേഷം ഉണ്ടായപ്പോൾ എന്ത് ചെയ്തു? ഞാൻ എനിക്ക് തരുന്നഞ്ഞ് തരൂലടാ, ഇൻ്റെ സഹായം നിർത്തിക്കുന്ന എന്ന് അടി ശപഥം ചെയ്ത് ഉറപ്പിച്ചട് പറഞ്ഞു. ആ പറഞ്ഞപ്പോൾ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തു? ഈ ആയത്ത് അവതരിപ്പിക്കണ്ടേ. എന്താ ആയത്ത്? വലാ യഅ്തലി, നിങ്ങളിൽ നിന്ന് പിന്നെ വലാ യഅ്തലി ഉലുൽ ഫദ്ലി മിൻകും, നിങ്ങളിൽ നിന്ന് ഫളിലുള്ള ആളുകൾ. അവിടെ ഫളിൽ പറഞ്ഞാൽ എന്താ? ഫളിൽ പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കണം എന്താ? അവിടെ ഫളില് സമ്പത്ത് തന്നെയാണ്. പക്ഷേ എങ്ങനെ സമ്പത്ത്? എനിക്കും ഇങ്ങൾക്കൊക്കെ സമ്പത്തുണ്ട്. പക്ഷേ ഫളിൽ എന്ന് പറഞ്ഞാൽ എന്താ? അതാണ്. ആരോന്ന് പറഞ്ഞല്ലോ. ഇപ്പം എൻ്റെ അടുത്ത് എൻ്റെ കുടുംബം പോറ്റാനുള്ള ഒരു 100 ദീനാർ എൻ്റെ അടുത്തുണ്ട് സങ്കല്പിക്കാം. എൻ്റെ കുടുംബം പോറ്റാൻ 100 ദീനാർ വേണമെങ്കിൽ ആ കുടുംബത്തിന് മാത്രമേ എൻ്റെ അടുത്തുള്ളൂ. അതിന് ഫളിൽ എന്ന് പറയില്ല. ഞാൻ എൻ്റെ കുടുംബത്തിനൊക്കെ കൊടുത്തിട്ട് പിന്നെയും കുറച്ച് ബാക്കിയുണ്ട്. ഇപ്പോൾ ബിസിനസ്സുകാരൊക്കെ ആണെങ്കിൽ എന്തുണ്ടാവും? എല്ലാം അറിയാത്ത പൈസ ഇങ്ങനെ വരും അല്ലേ. വലിയ പിരിവൊക്കെ ഉണ്ടാവണ തോട്ടം അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടാവില്ലേ, അറിയാത്ത മേഖലയുടെ ഇങ്ങനെ പൈസ കുന്നുകൂടിക്കൊണ്ടിരിക്കും. അത്തരം ആളുകൾക്കാണ്, അവനവൻ്റെ ചെലവിനപ്പുറമുള്ള അങ്ങനെ ഔദാര്യം കിട്ടിയ ആളുകൾക്കാണ് എന്ത് പറയുന്നത്? ഫളിൽ എന്ന് പറയുന്നത്. അബൂബക്കർ റളിയല്ലാഹു അൻഹു ആരായിരുന്നു? ധനാഢ്യനായിരുന്നു അല്ലേ. അപ്പോൾ അത്തരം ആളുകൾ. പിന്നെ പറയാം വസ്സഅത്തി എന്ന് പറഞ്ഞാലോ, വിശാലതയുള്ള എന്ന് പറഞ്ഞാൽ അതിന് കഴിവും പ്രാപ്തിയുമുള്ള അങ്ങനെയുള്ള ആളുകൾ എന്ത് ചെയ്യരുത്? ശപഥം ചെയ്ത് പറയരുത്. യഅ്തലി എന്ന വാക്ക് കൊണ്ട് ഉദ്ദേശിക്കണം എന്താ? യഅ്തല എന്ന് പറഞ്ഞാൽ ഒരർത്ഥം ശപഥം ചെയ്ത് പറയാം, രണ്ടാമത്തെ ഒരർത്ഥം ചുരുക്കിക്കളയാം. രണ്ടും അവിടെ ഉദ്ദേശിക്കേണ്ടത്. യഅ്തല എന്ന് പറഞ്ഞാൽ ഒന്ന് ഹലഫ, സത്യം ചെയ്ത് പറയാം. രണ്ടാമത്തത് അക്സറ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇയാൾക്ക് ഞാനിങ്ങനെ 100 ദീനാർ കൊടുക്കുന്നുണ്ടെങ്കിൽ എന്തോ ഒരു വൈരാഗ്യം ഉണ്ടായി, അത് ഞാനെന്താക്കി 50 ചുരുക്കി അല്ലേ. ചില ഇതിലൊക്കെ കണ്ടെങ്കിൽ ഞങ്ങൾ സ്ഥാപനങ്ങളിലൊക്കെ ഓവർ ടൈമൊക്കെ കിട്ടിക്കൊണ്ട് നിന്ന് കട്ടാക്കും ചിലപ്പോൾ അല്ലേ, അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നത് ചുരുക്കിക്കളയാം, അതിനാണ് അക്സറ. ആ അർത്ഥം ഏതിനുണ്ട്? വലാ യഅ്തലി. രണ്ടാമത്തത് ഹലഫ, ഞാൻ എന്തായാലും കൊടുക്കൂല എന്ന് ഉറപ്പിച്ച് തറപ്പിച്ച് ശപഥം ചെയ്ത് പറയാം. ആ അർത്ഥത്തിനും അത് ഉപയോഗിക്കും. അപ്പം 2 ആശയം അവിടെ വരുന്നുണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹു കൊടുത്തുകൊണ്ടിരുന്ന മുഴുവൻ കൊടുക്കണം എന്നും അതിൽ ആശയമുണ്ട്. പിന്നെ ചുരുക്കിക്കളയാനും പാടില്ല, കൊടുക്കാതിരിക്കാനും പാടില്ല എന്ന് എന്തുണ്ട്? വലാ യഅ്തലി എന്ന് പറയുമ്പോൾ അതിൽ ആശയമുണ്ട്. അപ്പോൾ വലാ യഅ്തലി ഉലുൽ ഫദ്ലി മിൻകും, ഇവിടെ ഉലുൽ ഫദ്ലി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരാ? മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു മാത്രമാണോ? പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്ന അബൂബക്കർ റളിയല്ലാഹു അൻഹു മാത്രം തന്നെ. പക്ഷേ
എന്ത് അബൂബക്കർ റളിയല്ലാഹു മാത്രമാണെങ്കിൽ ഉലു എന്നുള്ളത് ബഹുവചനമല്ലേ, സിംഗുലർ അല്ലല്ലോ? ഇല്ല. ഫളിലുള്ള ഒരാൾ എന്നെങ്ങനെ പറയാം? ഫളിലുള്ള ഒരാൾ എന്നെങ്ങനെ പറയാം? ഒരാളാണെങ്കിൽ ദുൽ ഫളിൽ, അല്ലേ? ദുൽ ഫളിൽ എന്നാണ് ഫളിലുള്ള ഒരാൾ. ഉലു എന്ന് പറയുമ്പോഴോ ഫളിലുള്ള കുറേ ആളുകൾ, ഉള്ളവർ, ബഹുവചനാണ്. അപ്പോൾ ഉലുൽ ഫളിൽ മിൻകും, നിങ്ങളിൽ നിന്ന് ഫളിലുള്ള ആളുകൾ. അത് അബൂബക്കർ റളിയല്ലാഹുവിനെ ആ ഒരു ഇത് ഇവിടെ പറയാൻ എന്താ കാരണം? അബൂബക്കർ റളിയല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം ആ ബഹുവചനം രണ്ട് രൂപത്തിലാണ് മുഫസ്സിറുകൾ അതിനെ വിശദീകരിക്കുന്നത്. ഒന്ന്, അബൂബക്കർ റളിയല്ലാഹുവിനെ പോലുള്ള ഫളിലുള്ള ആളുകൾ. രണ്ടാമത്തെ മുഫസ്സിറുകൾ പറയുന്നത് അബൂബക്കർ റളിയല്ലാഹുവിനെ തന്നെയാണ് അത് ഉദ്ദേശിക്കുന്നത്, ബഹുവചനമാണെങ്കിലും. പക്ഷേ അബൂബക്കർ റളിയല്ലാഹുവിന് ഒരുപാട് മഹത്വങ്ങളുണ്ട്. എന്തൊക്കെ മഹത്വങ്ങളാണുള്ളത്? എണ്ണിയാൽ ഒതുങ്ങാത്ത ഒരുപാട് മഹത്വങ്ങളുണ്ട്, അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സാനിസിനെയും രണ്ടാമനാണ് ആര്? അബൂബക്കർ റളിയല്ലാഹു. ഇജ്റ പോയപ്പം നബിന്റെ കൂടെ ആരുണ്ടായില്ലേ? അബൂബക്കർ റളിയല്ലാഹു. ഏത് കാര്യത്തിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ രണ്ടാമനായിട്ട് ആരുണ്ടാവും? അബൂബക്കർ റളിയല്ലാഹുവിനുണ്ട്, ഏത് കാര്യത്തിലായാലും. അതുകൊണ്ട് ആ ശ്രേഷ്ഠതകളൊക്കെ ഉള്ളത് കൊണ്ടാണ് അദ്ദേഹത്തെ ഉലുൽ ഫളിൽ എന്ന് പറയാനുള്ള കാരണം, ബഹുവചനമായി പ്ലൂറലായി ഉപയോഗിക്കാനുള്ള കാരണം എന്ന് ചില മുഫസ്സിറുകൾ വിവരിക്കുന്നു. ഇനി അതല്ല, ഇസ്ലാമിൽ ഒരുപാട് മഹത്വം ആർക്കുണ്ട്? അബൂബക്കർ റളിയല്ലാഹുവിനുണ്ട്. അപ്പം ആ മഹത്വങ്ങളൊക്കെയാണ് ദീനിലുള്ള ആ മഹത്വമാണ് ഉലുൽ ഫളിൽ എന്ന് പറയാനുള്ള കാരണം. ഭൗതികമായി സാമ്പത്തികമായ ആ മഹത്വമാണ് സഅത്ത് എന്ന് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞ മുഫസ്സിറുകളെയും കാണാം. അപ്പം നോക്കി നിങ്ങൾ, ഇതിലൊക്കെ എന്തുണ്ട്? ഒരുപാട് ആശയങ്ങൾ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ചുരുണ്ട് കിടക്കുന്നുണ്ട്, അല്ലേ? കെട്ടിക്കൂടി കിടക്കുന്നുണ്ട്. അതൊക്കെ നമ്മൾ ഇങ്ങോട്ട് എന്ത് ചെയ്യണം? ക്യാച്ച് ചെയ്തെടുത്തിട്ട് നമ്മൾ ആ റൂട്ടിലൂടെ പോകണം. അതിനപ്പം ഞാനാ പറയുന്നത്. അപ്പോൾ വലാ യഅ്തലി ഉലുൽ ഫദ്ലി മിൻകും വസഅ, നിങ്ങളിൽ നിന്നുള്ള കഴിവും ഫളിലുമുള്ള ആളുകൾ സത്യം ചെയ്ത് പറയരുത്. അൻ യുഅ്തു, അവിടെ അൻ ലാ യുഅ്തു എന്നാണ് ഉണ്ടായിരുന്നത്. പറയേണ്ട ആവശ്യമില്ല എന്നാ. അന്നിൻ്റെ ശേഷം ലാ മറിഞ്ഞു പോവും, ആക്കെ ഗ്രാമറാണ്. അപ്പോൾ അൻ ലാ യുഅ്തു, നിങ്ങൾ കൊടുക്കൂല, അവർ കൊടുക്കൂല. രണ്ടാമത്തെ സക്കാത്തും സദക്കയും കിട്ടാൻ അർഹനാരാ? മിസ്കീൻ വൽ മസാക്കീന. അപ്പം മിസ്താബിനാത്ത ഉലിൽ കുർബെ പെട്ടതാണ്, മസാക്കിമാരിൽപ്പെട്ടതാണ്. പിന്നെ മൂന്നാമത്തെ ഒരു ക്വാളിഫിക്കേഷനും പറയേണ്ടത് വൽ മുഹാജിരീന ഫീ സബീലില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പലായനം ചെയ്ത് വഴിപോക്കർ നമ്മൾ പറയില്ലേ, അതൊക്കെ ഇതിൽപ്പെടും. അപ്പോൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പലായനം ചെയ്തു വന്ന ആളുകളുടെ കൂട്ടത്തിൽ അബൂബക്കർ മിസ്താബിൻ അസാസയെ സംബന്ധിച്ചിടത്തോളം മക്കത്ത് നിന്ന് എവിടേക്ക്? മദീനയിലേക്ക് ഹിജ്റ. എന്നാൽ മറ്റ് ഇത് പറയുമ്പോൾ എന്ത് ചെയ്യും? അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പലായനം. അപ്പം ഈ അർത്ഥമൊക്കെ ഉദ്ദേശിക്കാവുന്ന ഒരു പദമാണേത്. അൻ യുഅ്തു ഉലിൽ ഖുർബ വൽ മസാക്കീൻ വൽ മുഹാജിരീൻ എന്ന് പറയുന്നത്. ഇവിടെ മറ്റൊരു ആശയം കൂടി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എന്താണത്? ഒരു ഫിഖിയായ മസല. മഹാനായ അബൂബക്കർ റളിയല്ലാഹുവിനോട് അല്ലാഹു തആല കൽപ്പിക്കുന്നത് എന്താ? എന്നോട് ബന്ധം മുറിച്ചിട്ടുണ്ടെങ്കിലും ഇനി അങ്ങോട്ട് ബന്ധം ചേർക്കണം. നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു കായിക പഠിപ്പിക്കാണത്, അല്ലേ? എൻ്റെ കുടുംബക്കാർ ഏട്ടനും അഞ്ചനൊന്നും ഇപ്പം എന്നോട് മുണ്ടുണ്ടാവില്ല, എന്നോട് വൈരാഗ്യമായിരിക്കും, അല്ലേ? അങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മൾ അങ്ങോട്ട് സന്ദർശിക്കണം, നമ്മൾ ബന്ധം പുലർത്തണം എന്ന ഒരു കായിക ഇതിലൂടെ അല്ലാഹു തആല പഠിപ്പിക്കുന്നുണ്ട്. അവരിങ്ങോട്ട് ബന്ധമില്ലല്ലോ, അതുകൊണ്ട് ഞാനും അങ്ങോട്ട് പോവില്ല എന്ന് പറയാൻ പറ്റുകയില്ല എന്നുള്ളതാണ്. പിന്നെ ഇവിടെ സദക്ക കൊടുക്കാൻ അർഹപ്പെട്ടവൻ എന്ന് പറഞ്ഞാൽ ആ മിസ്കിൻ അതല്ല. ഇപ്പം കുടുംബത്തിൽ നമ്മളോടൊരു വൈരാഗ്യം ഉണ്ടായപ്പം ആ നിലക്കുള്ള അർഹത. അപ്പം ആ നിലക്കൊന്നും നമ്മൾ നോക്കേണ്ടിയില്ല, കൊടുത്തുകൊണ്ടിരിക്കണം. എന്ത് ചെയ്യണം? ഓപ്പം എൻ്റെ പ്രസ്ഥാനത്തിൽ ആളൊന്നും അല്ലല്ലോ, അല്ലേ? ഓനാ മറ്റതുമായിട്ട് നടക്കുന്ന ആളാ, ഓനിപ്പം കൊടുക്കണം. കൊടുത്തുകൊണ്ടിരിക്കണത് കൊടുക്കണം എന്ന് ഇത് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പം
ഇനി നോക്കൂ നിങ്ങൾ, അബൂബക്കർ റളിയല്ലാഹു അൻഹു എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയാനുള്ള കാരണം? എന്തേ പറയാനുള്ള കാരണം ഉണ്ടാവുമല്ലോ. സ്വന്തം മകളെ നമ്മൾക്കൊരു ഗീറത്ത് അറിയില്ല നമ്മൾ. നമ്മളെന്താ പറയല് പച്ച മലയാളത്തിൽ ഞങ്ങളാട്ട് ഓന് ഭയങ്കര ഈറ കേട്ടോ. എന്താ ഈറ? ഈ ഈറത്താ. ഈറ എന്ന് പറഞ്ഞാൽ എന്താ? ചിലർക്ക് പറയും കുറുമ്പ് അറിയും അല്ലേ? രണ്ടും ഏകദേശമൊക്കെ ഒന്ന് തന്നെ. പക്ഷെ അതിൻ്റെ ഉള്ളിലൊരു സൂത്രമുണ്ട്. എന്താണ്? എന്താണ്? ഗീറത്ത് എന്ന് പറയുമ്പം ഒരു സംരക്ഷണ ബോധത്തിൽ നിന്ന് വരുന്ന കുറുമ്പാണ് അല്ലേ? ഇപ്പം ഇയാളിൻ്റെ മകനാണെങ്കിൽ അയാളൊരു തെറ്റ് ചെയ്യുമ്പം ഞാൻ അയാളോട് ചൂടാവും. കാരണം എന്താ? അയാളെ സംരക്ഷിക്കണം എന്നുള്ള ആ ബോധത്തിൽ നിന്നാണ് ആ ചൂടാണ് അടി കൊടുക്കണത് അല്ലേ? ബാപ്പ കുട്ടികളെ അടിക്കണം എന്തിനാ? ഈറ കൊണ്ടാണ്. പക്ഷെ ആ ഈറ എന്താണ്? ആ കുട്ടിയെ സംരക്ഷിക്കണം എന്ന ബോധത്തോടു കൂടിയാണ്. മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു നിസ്താൻ ഞാൻ കൊടുക്കൂല എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാ? ആ ഈറ തൻ്റെ കുടുംബക്കാരനായിട്ട്, എൻ്റെ ഇളയമാൻ്റെ, എൻ്റെ അഞ്ജനായിട്ടാണ് ഇപ്പം ആ പറയണത് അല്ലേ? എന്നിട്ടും അപ്പം ആ സംരക്ഷണ ബോധത്തിൽ നിന്നുള്ള ഈറയാണ്. പക്ഷേ അത് തെറ്റാണെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല തിരുത്തിയപ്പോൾ എന്ത് ചെയ്തു? ഇനി നോക്കി നിങ്ങൾ ബാക്കി ആയത്തെന്താ പറയണത്? അലാ തുഹിബ്ബൂന എവിടെയാണ്? വല്യഅഫു വല്യസ്ഫഉ. അവിടെ എന്താ പറയണത്? ഈ അഫു എന്ന് പറഞ്ഞാൽ മാപ്പ് കൊടുക്കട്ടെ, പിന്നെ വല്യസ്ഫഉ വിട്ടുവീഴ്ച ചെയ്യട്ടെ എന്നുള്ളതാണ്. നോക്കിങ്ങള്, വളരെ വലിയ ഒരു ആശയമാണ് അല്ലാഹു തആല ഇതിലൂടെ പഠിപ്പിക്കുന്നത്. ഇന്നങ്ങട്ടെ അടിച്ച് കല്ലെറിഞ്ഞിട്ട് എന്നോട് പറയാം മാപ്പ് കൊടുക്കട്ടെ എന്ന്. നിങ്ങൾ സമ്മതിക്കുമോ? ഇല്ല. ഈ ഒരു മനസ്സുണ്ടെങ്കിൽ ഉണ്ടല്ലോ, എന്നോട് തെറ്റ് ചെയ്തവനോട് ഞാൻ അവന് മാപ്പ് കൊടുക്കുകയാണെങ്കിൽ, അവനോട് ഞാൻ വിട്ടുവീഴ്ച കാണിക്കുകയാണെങ്കിൽ, ഇത്ര വലിയ മനുഷ്യൻ ലോകത്ത് ഇങ്ങക്ക് കാണാൻ പറ്റൂല എന്നാ. ലോകത്ത് കാണാൻ പറ്റൂല. അതെവിടെ കാണാൻ പറ്റുള്ളൂ? പരലോകത്ത് അങ്ങനെ ഒരു മനുഷ്യൻ ഉണ്ടാവും. സ്വർഗവാസികളുടെ പ്രത്യേകത എന്താ അള്ളാഹു പറയുന്നത്? സ്വർഗവാസികളെ പഠിച്ചോ ആദ്യം തന്നെ നീ തിന്നോ കുടിച്ചോ, ആദ്യം പഠിച്ചോ ചെയ്യണ എന്താ? സ്വർഗത്തേക്കാൾ പ്രവേശിച്ച എന്താ പറയണത്? വനസഅന മാ ഫീ സുദൂരിഹിം മിൻ ഖില്ലിൻ, അല്ലേ? അവരുടെ മനസ്സിൻ്റെ അകത്തുള്ള പകയും പോരും വിദ്വേഷവും ഒക്കെ അല്ലാഹു തആല ഊരിയാണ്ട് കൊടുക്കും, ഊരിയാണ്ടിടും. അതങ്ങോട്ട് ഊരിയിട്ടാണ് ഇഖ്വാനൻ അലാ സുറുറിൻ മുതഖാബിലിൻ. അതാണ്ട് ഊരിയിടുമ്പോൾ എന്താവും? അപ്പം നിങ്ങൾ ഇരിക്കണ പിന്നെ മുഖാമുഖമായിരിക്കണില്ലേ? മുഖാമുഖമായിരുന്ന് ആ സ്വർഗത്തിൻ്റെ ആ കട്ടിലുകളിൽ, ആ തോപ്പുകളിൽ അവരിങ്ങനെ എന്ത് മുഖാമുഖമായി സന്തോഷത്തോടു കൂടി ഇരിക്കുന്ന സഹോദരന്മാർ. അപ്പോൾ നോക്കി നിങ്ങൾ, എനിക്കെന്താ അപ്പം ബനെ കാണാൻ പറ്റാത്തത്? എന്തേ കാണാൻ പറ്റാത്തത്? എൻ്റെ മനസ്സിൻ്റെ അകത്ത് എന്തോ ഒരു പോരുണ്ട് അല്ലേ? ഒരു പകയുണ്ട്. അതുകൊണ്ട് ആ ജ്യേഷ്ഠൻ അഞ്ജനെ കാണാൻ പറ്റാത്ത, അങ്ങോട്ട് സന്ദർശിക്കാത്ത അതാണ് അല്ലേ? അല്ലെങ്കിൽ പെങ്ങളെ കാണാൻ പോകാത്ത, അല്ലെങ്കിൽ സ്വന്തം ഉമ്മയായാലും ഉമ്മനെ വേണ്ട. കാരണം എന്താ? അഞ്ജന് കൊടുത്ത് ഒക്കെ സമ്പത്ത്, ഞാൻ ഉമ്മനെ കാണാൻ പോവില്ല. എന്തേ കാണാൻ പോകാത്തേ? മനസ്സിൻ്റെ അകത്തുള്ള അവിടെ വേലി ഏതാ? വേലി ഈ പോരാണ്, ഈ പകയാണ്, ഈ ഗില്ലാണ്, ഈ ഹസദാണ്, ഈ ബഗ്ളാണ് അല്ലേ? അപ്പം മനുഷ്യൻ്റെ മനസ്സിൽ കടിഞ്ഞു കൂടി കിടക്കണ ഇത്തരം സ്വഭാവങ്ങൾ അല്ലാഹു തആല എന്ത് ചെയ്തു? അങ്ങോട്ട് ഡിലേറ്റ് ചെയ്യും പഠിച്ചോ. എന്നിട്ടെന്താവും? പ്യുവറാക്കിയിട്ട് മാറ്റും മനസ്സ്. അങ്ങനെ പ്യുവറാക്കി മാറ്റിയാൽ പിന്നെ ഓന് സന്ദർശിക്കണതിന് എന്തുണ്ടോ? ഇല്ല. ഉണ്ടാവുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേണ്ടി. ഉംറക്കൊക്കെ പോകുമ്പം ഞാൻ 2000 ദീനാർ വാങ്ങണോനാ. ഞാൻ അതിൻ്റെ എന്താണ് MD ആണ്. ഞാൻ ഇവിടുത്തെ വലിയ ഹോസ്പിറ്റലിലെ ദക്തൂറാണ്. ഞാൻ ആ സ്ഥാപനത്തിൻ്റെ ജനറൽ മാനേജറാണ് എന്നൊക്കെ ഇങ്ങനെ പറയും ഓരോരുത്തർ. ഉംറക്ക് പോയ അമീറന്മാർക്കൊക്കെ അറിയാം. അവിടെ പോയിട്ട് ഒരു ഷെഡ്യൂല്ല, ഇതുമില്ല, ഇട്ടിങ്ങനെ നടക്കുമ്പോൾ എന്താപ്പല്ലേ ആ രാജാവ് ഉപ്പൻ്റെ കൂടെ, സൗദി അറേബ്യൻ രാജാവിൻ്റെ കൂടെ, കുവൈത്ത് രാജാവിൻ്റെ കൂടെ എല്ലാവരും ഒന്ന് ഈ ഒരു അവസ്ഥ എടുക്കാണ്. അത് കണ്ടിട്ട് ഇങ്ങോട്ട് തിരിച്ചു വരുമ്പം അയാൾക്കുണ്ടാണ് ഒന്നാമത്തെ ദന്തയിക്കുന്ന നിങ്ങൾ നേരത്തെ ഉണ്ടാവുന്ന ആ ജ്ഞാനത്വം,
ആ പിന്നെ ഇതൊക്കെ എന്താണ്, അതൊക്കെ ഇല്ലാതായി മാറുന്ന ആ വിനയം കിട്ടി വരും. ആ വിനയം ഉണ്ടാവുമ്പം ഞാൻ എന്ന പിന്നെ അയാളുടെ സംസാരത്തിൻ്റെ സ്റ്റൈലൊക്കെ ഇവിടെ മാറും. അങ്ങനെ എത്ര ഉണ്ട് ഉംറക്കൊക്കെ പോയി വന്നോല്, നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കേണ്ടി. ആ ഞാനത്തൊന്നും ഉണ്ടാവില്ല. പിന്നോ മദ്രസൻ്റെ സെക്രട്ടറിയൊക്കെ അവനൊക്കെ വരും അല്ലേ. പിന്നെ ഓനെന്താവും, ഞാനിങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റിൽ MD ആണെന്നൊന്നും പിന്നെ ഓൻ്റെ മനസ്സിലുണ്ടാവില്ല. ഞാനൊരു സാധാരണക്കാരനാണ് അല്ലേ. ഇവിടെ അടിച്ചു വരുന്നവനും ഈ MD ആയ ഞാനും ഒരുപോലെയാണ് എന്ന ബോധം കിട്ടി വരുന്ന ആലോചിച്ച് നോക്കൂ. അപ്പം എല്ലാവരും ഒരേ ഇതിലിങ്ങനെ ആവുമ്പോൾ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവും. അപ്പോൾ ഇത് മനുഷ്യനെ മറ്റോനെ ചെറുതായി കാണാൻ അല്ലെങ്കിൽ ഓനോട് സംസാരിക്കാതിരിക്കാൻ ഇവിടെ വേലിയായി മുള്ളുംകെട്ടായി നിൽക്കുന്നത് മനുഷ്യ മനസ്സിൻ്റെ അകത്ത് കടന്നു കൂടുന്ന ആ വൈരാഗ്യവും പകയും ഗല്ലും ഹസദും ഒക്കെയാണ്. അത് അല്ലാഹു തആല സ്വർഗത്തിലേക്ക് കടക്കുമ്പോൾ തന്നെ ഊരിയെടുക്കും. പിന്നെ അവിടെ എന്തെങ്കിലും പ്രവേശിക്കുമ്പോൾ അല്ലാഹു തആല ആ ഗല്ലിങ്ങോട്ട് മാറ്റിയിട്ട് അവരിങ്ങോട്ട് പറയും, വഖാലു അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ. ഈ സ്വർഗത്തിലേക്ക് ഞങ്ങൾക്ക് വഴി കാട്ടിത്തന്ന അള്ളാഹു, അവനാണ് മുഴുവൻ സ്തുതിയും എന്നാ സ്വർഗവാസികൾ എല്ലാവരും കൂടി അത് പറയുന്ന. അപ്പം ആ ഒരു മനസ്സ് നമുക്ക് വേണം. നമുക്ക് ഇന്നുള്ള ഇതുണ്ടാവാനുള്ള കാരണം ഇതാണ്. അതുകൊണ്ടാണ് അല്ലാമ ഷൗക്കാനി റഹ്മഹുല്ലാ ഹൃദയം മനസ്സിങ്ങനെ അടിച്ചു വാരിക്കൊണ്ടിരിക്കുന്ന എല്ലാവരും സദൂഖുൽ ലിസാനായ എല്ലാവരും. അപ്പൊ സഹാബത്ത് ചോദിച്ചു, കാലു സദൂഖുൽ ലിസാൻ ആരിഫു, ഈ സദൂഖുൽ ലിസാൻ സത്യസന്ധനായവൻ എന്നത് ഞങ്ങൾക്കൊക്കെ പരിചയമുള്ളതാണ്. ഫമാ മഹ്മൂമുൽ ഖൽബ്, അള്ളാഹുവിനെ ചുരുങ്ങിപ്പോവില്ല. പിന്നെ മാനക്കസത്ത് സദക്ക മിൻ മാലിൻ, അങ്ങനെ തന്നെയല്ലേ. പിന്നെ എന്താണ് പറഞ്ഞോളി, സദക്ക രണ്ടായാലും സദക്ക എന്താവൂല, മാലിനെ ചുരുക്കി കളയേയില്ല. പിന്നെ വമാ സാദല്ലാഹു അബ്ദൻ ബിഅഫ്വിൻ ഇല്ലാ ഇസ്സ, ഒരാൾ തരും എന്നുള്ള. വമാ തവാള അഹദുൻ ലില്ലാഹ് ഇല്ലാ റഫഅഹു, ഒരാൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അള്ളാഹുവിന് വേണ്ടി വിനയം കാണിച്ചാൽ അള്ളാഹു തആല അവനെ ദുനിയാവിലും പരലോകത്തിലും സ്ഥാനം ഉയർത്തും എന്നുള്ളത്. അതുകൊണ്ട് നമുക്കുണ്ടാവേണ്ട ഏറ്റവും വലിയ ഒരു സ്വഭാവമാണിത്, മാപ്പ് കൊടുക്കുക. അതുകൊണ്ടാണ് പിന്നെ എന്ത് ചെയ്ത്, അലാ തുഹിബ്ബൂന, അബൂബക്കർ റളിയല്ലാഹുവിനോട് അള്ളാഹു ചോദിക്കണം, അലാ തുഹിബ്ബൂന എന്താണ്, അൻ യഗ്ഫിറല്ലാഹു ലക്കും, അള്ളാഹു നിങ്ങൾ എത്തുന്നതിന് മിസ്താഹിൻ്റെ വീട്ടിലേക്ക് പിന്നെ അബൂബക്കർ റളിയല്ലാഹുവിന് പോവാണ്. എന്നിട്ട് കൊടുത്തിരുന്ന ദാനം മുഴുവൻ നൽകും എന്ന് അവിടെ നിന്ന് ഉറപ്പ് പറയാൻ. പിന്നീട് അത് കൊടുത്തു. അപ്പം നോക്കി നിങ്ങൾ, ഒരു ആയത്ത് അബൂബക്കർ റളിയല്ലാഹുവിനെ കേട്ടപ്പോൾ അയാളിൽ നിന്ന് വന്ന ഒരു അബദ്ധം തിരുത്താനുള്ള ആ ഒരു മനസ്സ്, അതാണ് നമുക്കുണ്ടാവേണ്ടത്. നമ്മളിലൊക്കെ ചിലപ്പോൾ തെറ്റുകൾ വരും. ആ തെറ്റ് അത് തെറ്റാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ എന്നത്, മാപ്പ് കൊടുക്കണം നിങ്ങൾ, വിട്ടുവീഴ്ച ചെയ്യണം നിങ്ങൾ എന്ന പ്രേരണയാണ് അതിലുള്ളത്.